ഹലോ ഫ്രണ്ട്സ്, അജൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കോഴി വളർത്തലും വിൽപ്പനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ വീഡിയോസിനൊക്കെ പൊതുവേ വ്യൂസ് വളരെ കുറവാണ്. 4-5 മാസം വീഡിയോ ഇടാതിരുന്നത് കൊണ്ടായിരിക്കും, ആർക്കും നോട്ടിഫിക്കേഷൻ പോകാത്തത് കൊണ്ടായിരിക്കും എന്ന് കരുതുന്നു. എന്നാലും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങളാണല്ലോ വലിയ വിജയത്തിലേക്ക് എത്തുന്നത്. അതുപോലെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. എൻ്റെ ഒരു പ്രൊഡക്റ്റിനൊരു പരസ്യത്തോടൊപ്പം മറ്റുള്ളവർക്ക്, അതായത് വീട്ടമ്മമാർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ, ഒരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യൽ. അപ്പോൾ എന്തായാലും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. നാടൻ കോഴി വളർത്തലിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു മാർക്കറ്റിംഗ്. ഇപ്പോൾ ഒരു പരിധിവരെ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ 2-3 വീഡിയോക്ക് മുമ്പ് ഞാനൊരു സെയിൽ പോസ്റ്റ് ഇട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലുള്ള കുഞ്ഞുങ്ങളെല്ലാം അപ്പം തന്നെ സെയിലായിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിലൊരു 10-15 3-4 മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതും സെയിലായി. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കുഞ്ഞുങ്ങളും നേക്കഡ് നെക്ക് കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ ഫയോമി ക്രോസ് കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സൊണാലി കോഴിക്കുഞ്ഞുങ്ങൾ അതൊക്കെ ചിലവായിട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എനിക്കിപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ടാണല്ലോ, യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഒന്നും യൂട്യൂബ് ചാനൽ തുടങ്ങാനും അത് കൊണ്ടെടുക്കാനും കഴിഞ്ഞോണമെന്നില്ല. എന്നിരുന്നാലും നമ്മൾ ഏകദേശം ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ വാട്സപ്പിലൊക്കെ ഒന്ന് സ്റ്റാറ്റസ് വെച്ച്, ഇൻസ്റ്റാഗ്രാമിലോ അല്ലെ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ഇട്ടാലൊക്കെ നമുക്ക് അങ്ങനെ നമ്മളെ മാർക്കറ്റിംഗ് കണ്ടുപിടിക്കാം. അതുപോലെ ഒരുപാട് സെയിൽ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ ചേരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഞാൻ ലിങ്ക് അയക്കാം. പിന്നെ കോഴിയെ എങ്ങനെ വിൽപ്പന നടത്തിയാലാണ് ലാഭമെന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന് ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തും. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ചിലവ് വരുന്നില്ലല്ലോ. കൂടുതൽ തീറ്റയൊക്കെ വാങ്ങി തീറ്റ ചിലവും കൂടുതൽ അധ്വാനമൊന്നും വരുന്നില്ലല്ലോ. ഒരു കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടായി 7 ദിവസം കഴിഞ്ഞ് ഫസ്റ്റ് വാക്സിനേഷൻ നടത്തിയതിന് ശേഷമാണ് ഞാൻ കൊടുക്കൽ. അത് പല സ്ഥലങ്ങളും പല വിലയാണ് ഈടാക്കുന്നത് കേട്ടോ. 65 രൂപ മുതൽ 100-110 രൂപ വരെ വാങ്ങുന്നവരും ഉണ്ട്. ഇപ്പോൾ ഇടയോട് കുഞ്ഞുങ്ങളെ വിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ മുതൽ മുടക്കും അധ്വാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ 2-3 മാസമൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി ഒരു 3 മാസമൊക്കെ പ്രായമാകുമ്പോൾ ഒരു 300 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നഷ്ടമായിട്ടൊക്കെ തോന്നും. അല്ലെങ്കിൽ പിന്നെ അയച്ചിട്ട് വളർത്തുന്ന, പ്രത്യേകിച്ച് തീറ്റച്ചെലവൊന്നും ഇല്ലാത്ത കോഴികളായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ വിഷയം വരുന്നില്ല. ഇത് എന്താ പറയുക, ഒരു KG സിസ്റ്റത്തിലൊക്കെ വളർത്തുന്ന പോലൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു 3 മാസമൊക്കെ വളർത്തിയതിന് ശേഷം വിൽക്കുമ്പോൾ ഒരു 300 രൂപയിലധികമൊന്നും നമുക്ക് വാങ്ങാൻ തോന്നൂല. അന്നപ്പോൾ നമുക്ക് നഷ്ടമായിട്ടാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് തീറ്റച്ചെലവൊന്നും ഇല്ലാതെ അയച്ചിട്ട് വളർത്തുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 3 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് 300 രൂപ വാങ്ങുന്നത് നഷ്ടമല്ല. പക്ഷേ നമ്മൾ KG സിസ്റ്റത്തിലൊക്കെ കൂടുകളിലിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ, തീറ്റയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന കോഴികളാണെങ്കിൽ നമുക്കത് നഷ്ടമായിരിക്കുന്നതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പിന്നെ 5-6 മാസം പ്രായമായ പിടക്കോഴികൾക്കൊക്കെ ഒരു മതിപ്പ് വിലയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഗ്രൂപ്പുകളിലൊക്കെ സെയിൽ ചെയ്യുന്നത് കാണാൻ നല്ല വില ഉള്ളത്. അത് പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമല്ല, അത്രയും തീറ്റിൻ്റെ ഒക്കെ വില കൊണ്ടാണ് അങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ആരോഗ്യവും നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ഡിമാൻഡിൽ തന്നെ വാങ്ങാൻ ആളും ഉണ്ടാവും. അല്ലാതെ 400-480 രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് നഷ്ടമായിരിക്കും കേട്ടോ. നല്ല ആരോഗ്യമുള്ള നല്ല ഭംഗിയുള്ള കോഴികളാണെങ്കിൽ ഈ വാങ്ങുന്നവർക്കും അത് പിന്നീട് പ്രൊഡക്ഷൻ കൂട്ടിയെടുത്ത് അത് ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ആ കാര്യത്തിൽ വിഷമം വിചാരിക്കേണ്ടതില്ല. അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റിന് നമ്മൾ നിശ്ചയിക്കുന്ന വില നമ്മൾ വാങ്ങുക,
അല്ലെങ്കിൽ അവിടെ നമ്മളെ വീട്ടിൽ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് അതിന്മേൽ പിന്നും വീണ്ടും 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 അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാമല്ലോ. അതുപോലെ പൂവൻ കോഴിയെ മാത്രം കുറച്ചെണ്ണത്തിനെ സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ അതും സീസൺ ടൈം നോക്കി തന്നെ സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന വില തരാൻ ആ ടൈമിൽ ആളുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ എത്ര പൂവന്മാരുണ്ടെങ്കിലും വാങ്ങാൻ ഇഷ്ടം പോലെ ആളുണ്ടാവും. അതുപോലെ ബ്രീഡിങ് പൂവുണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നല്ല ആരോഗ്യമുള്ള നല്ല പൂവന്മാരൊക്കെ ആണെങ്കിൽ ഒരു മതിപ്പ് വിലയ്ക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മാർക്കറ്റിംഗ് രീതികൾ കേട്ടോ. ഇത് എൻ്റെ മാത്രം രീതികളാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് എതിരഭിപ്രായവും അഭിപ്രായക്കേടൊക്കെ ഉള്ളവരുണ്ടാവും. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഇങ്ങനെ ചെയ്താലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഞാൻ കാര്യമായിട്ട് തീറ്റ ഒന്നും പുറത്തുനിന്ന് വാങ്ങി കൊടുക്കാറില്ല. എന്നിട്ടും പിന്നെ നമുക്ക് ഒക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ നടക്കൂ. പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.